ഹലോ ഗായ്സ്, SKB ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ MT സാറിന്റെ 9 കഥകളെ ആസ്പദമാക്കിയിട്ട് ഒരു ആന്തോളജി സിനിമ ഇന്നലെ Z5 റിലീസിന് എത്തിയിട്ടുണ്ട്. മനോരഥങ്ങൾ. 9 കഥകൾ എന്ന് പറയുമ്പോൾ 9 മലയാളത്തിലെ മുൻനിര ആക്ടേഴ്സ് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഡിഫറെന്റ് ഡയറക്ടേഴ്സും കൂടിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ 2 എപ്പിസോഡ് ഓളവും തീരവും, കടുകണ്ണാവെ ഒരു യാത്രാക്കുറിപ്പ്, ഇത് രണ്ടും ഞാൻ കണ്ടു. ഓളവും തീരവും അവതരിപ്പിച്ചിരിക്കുന്നത് ലാലേട്ടനാണ്. കടുകണ്ണാവെ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂക്ക ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ സിനിമ പ്രിയദർശൻ സംവിധാനം ചെയ്തിരിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ സിനിമ രഞ്ജിത്ത് സംവിധാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ 2 സിനിമകൾ ഇന്നലെ കംപ്ലീറ്റ് ഞാനത് കണ്ടു. ഓളവും തീരവും എന്ന സിനിമ ഓൾറെഡി നമുക്ക് 1970 റിലീസായ സിനിമയായിരുന്നു. മധുസാറായിരുന്നു ലീഡ് റോളിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇത് എന്ന് പറഞ്ഞാൽ ഈ ആന്തോളജി 9 സിനിമകളിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യം വരുന്ന സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓളവും തീരവുമാണ്. 58 മിനിറ്റ് ആണ് ഈ ഒരു സിനിമ വരുന്നത്. എന്തായാലും ഞാൻ ആദ്യം തന്നെ ആ ഓളവും തീരവുമാണ് കണ്ടത്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനത് കാരണം വെച്ചാൽ ഇതിനകത്തുള്ള അഭിനയിച്ച ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഞാൻ ആദ്യം പറയണം. ലാലേട്ടനുണ്ട്, മാമുക്കോയ, ഹരീഷ് പേരടി, ദുർഗാകൃഷ്ണ, സുരഭി ലക്ഷ്മി, വിനോദ് കോവൂര്, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് അറിയാം. ചെറുതായിട്ടും വലുതായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്ന സിനിമയാണ്. എല്ലാവരും അവരവരുടെ റോള് ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ലാലേട്ടനൊക്കെ മലബാർ ഏരിയ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് ഇതിന് മുന്നുണ്ടായിരുന്ന സിനിമകളിൽ അത് മരക്കാറിലും ഒക്കെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഒരു ഫീൽ. പക്ഷെ ഇതിനകത്ത് അങ്ങനെയൊന്നുമല്ല. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ലാലേട്ടൻ അതിനെ കൈകാര്യം ചെയ്തതെന്നാണ്. നല്ല രീതിയിൽ തന്നെ അവരുടെ കെമിസ്ട്രി എസ്പെഷ്യലി പറയണം. അത് ദുർഗാകൃഷ്ണ ലാലേട്ടൻ്റെ ആ ഒരു കെമിസ്ട്രിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി. ഒരു പ്രണയം ആണ് മെയിനായിട്ട് സബ്ജക്റ്റ് വരുന്നത്. അതുപോലെ ആ ഒരു സിനിമ എൻഡ് ചെയ്യുന്ന പോർഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മളൊന്ന് വിഷമിപ്പിക്കുന്ന രീതിയിലൊരു പോർഷനുമാണ്. പിന്നെ ഹരീഷ് പേരടിയുടെ കഥാപാത്രവും വളരെ ഗംഭീരമായിരുന്നു. കുഞ്ഞാലി എന്നായിരുന്നു കഥാപാത്രത്തിൻ്റെ പേര്. ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താ ടോട്ടലി 1 അവർ ഒരു പോയത് തന്നെ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല 58 മിനിറ്റ് നമ്മളത് കംപ്ലീറ്റ്ലി അതിനായിട്ട് എൻഗേജിങ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിയദർശൻ അത് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, മോണോക്രോമിലാണ് എടുത്തിട്ടുള്ളത്. എങ്കിലും 1-2 സീൻസ്, ചെറിയൊരു സീൻസൊക്കെ ഈ വളയുടെയൊക്കെ സീനൊക്കെ വരുമ്പോൾ കുറച്ച് കളർ വരുന്നുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ്ലി മോണോക്രോമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് തന്നെ സിനിമയായിരുന്നു അത്. അതുപോലെ കടുകണ്ണാവെ ഒരു യാത്രാക്കുറിപ്പ്, അതിൽ മെയിൻ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന മമ്മൂക്കയാണ്. ഡയറക്റ്റഡ് ബൈ രഞ്ജിത്ത്. ഈ ഒരു സിനിമയും ഏകദേശം 31 മിനിറ്റ് വരുന്ന സിനിമ. നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആയിട്ടുള്ള സിനിമയായിരുന്നു. പെട്ടെന്ന് തന്നെ ഷോർട്സ് എല്ലാം പെട്ടെന്ന് തന്നെ പോയി. നല്ല രീതിയിൽ അവരുടെ ഓരോ ഓരോ ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് കണക്റ്റായി. വളരെയധികം എൻഗേജിങ് ആയിട്ടുള്ള സിനിമ തന്നെയായിരുന്നു. മമ്മൂക്കയേക്കാൾ കൂടുതൽ ഇതിനകത്ത് റോള് വരുന്നത് വിനീതിനാണെന്ന് തോന്നിയിട്ടുണ്ട്. എങ്കിലും മമ്മൂക്കയുടെ ആ ഒരു 10 മിനിറ്റോളാണ് മമ്മൂക്കയുടെ റോള് ടോട്ടലി വരുന്നത്. അത് അസാധ്യമായിരുന്നു. ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. പിന്നെ അതുപോലെ വിനീതിന്റെ ക്യാരക്ടർ മമ്മൂക്കയുടെ അച്ഛനായിട്ടുള്ള ക്യാരക്ടറാണ്. അവരൊരു കോമ്പിനേഷൻ സീൻസ് ഒന്നും വരുന്നില്ല. എങ്കിലും അവരെ ഫ്ലാഷ് ബാക്കിലും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. തറവാട്, പിന്നെ അനുമോളുണ്ട് സിനിമയിൽ. അങ്ങനെ കുറച്ച് റോൾസുകൾ നമുക്കറിയാവുന്ന കുറച്ച് റോളുകളൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ശ്രീലങ്കൻ പശ്ചാത്തലത്തിലാണ് സിനിമ പോകുന്നത്. അപ്പോൾ ഒരു യാത്ര തന്നെയാണ്. ശ്രീലങ്കയ്ക്കുള്ള ഒരു യാത്രയും അതിൽ നിന്നൊരു തിരിച്ചുപോക്കുള്ള കാര്യങ്ങളാണ്. അതിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ആളുടെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു സംഭവമാണ് സിനിമ. ടോട്ടലി നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആയിരുന്നു. അപ്പോൾ ഈ 2 സിനിമകളുടെയും റിവ്യൂ വിശേഷങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത്. ബാക്കി സിനിമകളുടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ടോട്ടൽ റിവ്യൂ ആയിരിക്കും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, കമൽഹാസന്റെ ഒരു റോളുണ്ട്. ഈ സിനിമയുടെ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്ന റോളാണ്. എല്ലാ കഥകൾക്കും സിനിമയിലല്ല റോള്, എല്ലാ സിനിമകൾക്കും ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്ന റോളാണ്. അത് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു കഥയൊക്കെ പുസ്തകമൊക്കെ വായിക്കുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട്. നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. കാര്യം അങ്ങനെ ഒരു ഇതാണ് നമ്മൾ സാധാരണ ഒരു നേരിട്ട് ഒരു സ്റ്റോറിയിലോട്ട് പോയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അതിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഒരു ആളുടെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞിട്ടുള്ളൊരു രീതിയിലാണ് ആ സിനിമ പോകുന്നത്. എന്തായാലും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കമൽഹാസൻ സാർ ആണെങ്കിലും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളത്. പിന്നെ ഒരിക്കലും ഇതിനൊരു കമ്പാരിസണോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. കാര്യം എനിക്കത് ഒരിക്കലും പറ്റില്ല. കാര്യം രണ്ടും ഇഷ്ടപ്പെട്ട 2 സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കമ്പാരിസൺ ചെയ്യാൻ പറ്റിയ സിനിമകളല്ല. ഡിഫറെൻറ്റ് സ്റ്റോറിയിൽ വരുന്ന, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ വരുന്ന സിനിമകൾ. ഒരിക്കലും നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു കമ്പാരിസൺ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓളവും തീരവും ആണെങ്കിൽ പ്രണയം പറ്റിയിട്ടുള്ളൊരു ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമയാണെങ്കിൽ, മറ്റൊന്ന് യാത്ര, അതുപോലെ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ്, ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന മറ്റൊരു തലത്തിലുള്ള സിനിമ തന്നെയാണ്. അപ്പോൾ രണ്ടും നമുക്ക് ഒരിക്കലും കമ്പാരിസൺ ഒന്നും
പറ്റില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെ പറ്റി ഞാൻ ഇതിനകത്ത് പറയാം. ഓളം തീരത്തിലാണെങ്കിൽ ബാപ്പുട്ടി, നബീസ, കുഞ്ഞാലി, പിന്നെ സുരഭി ലക്ഷ്മി അവതരിപ്പിച്ച ക്യാരക്ടർ. ഇപ്പോൾ കടുകണ്ണാവിലോട്ട് വരികയാണെങ്കിൽ മമ്മൂക്ക അവതരിച്ച വേണുഗോപാൽ, അതുപോലെ അനുമോളുടെ ക്യാരക്ടർ, വിനീതിൻ്റെ ക്യാരക്ടർ, ഇത് മൂന്നുമാണ് എനിക്കിഷ്ടപ്പെട്ടത് കടുകണ്ണാവിയിൽ. അപ്പോൾ രണ്ടും ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ള സിനിമകളുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ എല്ലാ സിനിമകളും കണ്ട ശേഷം, ബാക്കിയുള്ള 7 സിനിമകളും കണ്ട ശേഷം ഞാനൊരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.